ഓം പരാശരേശ്വരായ നമഃ. സിംഹരാശി ലഗ്നത്തിലാണോ നിങ്ങൾ ജനിച്ചത്? ചിങ്ങ ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ പിറപ്പിന്റെ രഹസ്യം എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. സിംഹലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചെങ്കിൽ നിങ്ങൾ വളരെ നിർവാഹിയായിരിക്കാനും ഏതു കാര്യവും നേരായിട്ട് ചെയ്യുവാനും വളരെ അധികാരത്തോടു കൂടിയിരിക്കാനും നല്ല പേരും പ്രശസ്തിയും നേടാനും ഏത് മേഖലയിലായാലും നിങ്ങളുടെ പേര് മുന്നിൽ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തില് ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്ത് വിജയം കൈവരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം. പല പൊതുമേഖലകളിലും നിങ്ങളുടെ ഒരു ഹാൻഡ്, നിങ്ങളുടെ ഒരു കൈ പല പൊതുമേഖലകളിലും വരണമെന്നും നിങ്ങളുടെ ഒരു വാക്ക് വരണമെന്നും നിങ്ങളുടെ പദവി അധികാരം ഹൈലൈറ്റ് ചെയ്ത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം. കാലപുരുഷന്റെ 5ാമത്തെ രാശിയായിട്ടുള്ള സിംഹരാശി, നിങ്ങൾ കൂടുതൽ രാശി ഇവിടെയാണ്. നിങ്ങൾ കൂടുതൽ പൂർവികമായിട്ടുള്ള പല പൂർവികമായ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കാം. കൂടാതെ നിങ്ങളുടെ പിതാവ് പരമ്പരയായി ചെയ്തു വന്നിട്ടുള്ള പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കും. സാധാരണ രീതിയിൽ സിംഹരാശിയിൽ ജനിച്ചവര് പ്രത്യേകിച്ചും സിനിമാ ഫീൽഡുകളിലോ പൊളിറ്റിക്സിന്റെ ഉയർന്ന മേഖലകളിലോ ഏതെങ്കിലും കമ്പനിയിൽ തന്നെയാണെങ്കിൽ അതിന്റെ CEO മുതലായ വലിയ പദവിയിലോ എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ സിംഹരാശിയിൽ ഉള്ള പല ആളുകളും സിനിമാ മേഖലകളിലും ഭരണത്തിലും വലിയ വലിയ കമ്പനികളുടെ അധികാര സ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ട്. ആരുടെയും മുമ്പിൽ തല കുനിക്കാതിരിക്കുന്നതിനും എല്ലായിടത്തും നട്ടലും തലയും നിവർത്തി നിൽക്കാനായിട്ടും ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ സിംഹരാശിയിൽ ജനിച്ചിട്ടുള്ളവർ. നിങ്ങളുടെ ഒരു പേര്, നിങ്ങളുടെ മരണാനന്തരവും നിങ്ങളുടെ പേര് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എപ്പോഴും ഒതുങ്ങി ജീവിക്കുകയും പ്രത്യേകിച്ചും ബാക്ക് എൻഡിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത് പലവരെയും സപ്പോർട്ട് ചെയ്ത് വൻ വിജയത്തിലേക്ക് എത്തിക്കുകയും ഉയർന്ന പദവിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളവരെ ആയിരിക്കാം. നിങ്ങളുടെ കഠിന പരിശ്രമം കൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് സക്സസിൽ എത്തിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷെ അതിൻ്റെ പേരും പ്രശസ്തിയും വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. ഒരു സിനിമ സംവിധായകനെ പോലെ ബാക്ക് എൻഡിൽ പ്രവർത്തിച്ചിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന സിനിമ അഭിനേതാക്കള് പ്രശസ്തിയും പദവിയും കിട്ടുന്ന സമയത്ത് ബാക്ക് എൻഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു പേര് മാത്രം അല്ലെങ്കിൽ അതുപോലും കിട്ടാതെ അറിയപ്പെടാതെ പോയിട്ടുള്ളവരെ ആയിരുന്നിരിക്കാം മുൻജന്മങ്ങൾ നിങ്ങൾ. ഇത് പൊതുമേഖലയിൽ മാത്രമല്ല, കുടുംബത്തിൽ തന്നെയായാലും ഒതുങ്ങി എല്ലാവരെയും സപ്പോർട്ട് ചെയ്തെല്ലാം ജീവിച്ച് അവസാനം ഒരു വിലയുമില്ലാതെ അവസാന കാലം തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് മരണത്തോടടുത്ത സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം വരുന്ന ജന്മത്തിൽ ഒരു നല്ല പദവിയിലും നല്ല അധികാരത്തിലും പൊതു മേഖലയിൽ പൊതുജീവനത്തിൽ തന്നെ ആളുകൾ അറിയുന്ന ഒരു പേരും പ്രശസ്തിയിലും എത്തണമെന്ന്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ജന്മത്തിൽ സിംഹരാശിയിൽ ജനിച്ചത്. അപ്പോൾ സിംഹരാശിയിൽ ജനിച്ചവര് വളരെ നേർമയായിട്ടുള്ളവരും ഏതൊരു കാര്യം ചെയ്യുന്ന കാര്യം വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു ചെയ്യുന്നവരും, വാക്കൊന്ന് മുറി രണ്ട് വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറയുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. എങ്കിലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ സിംഹരാശിയിലാണെങ്കിൽ ഈ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോന്ന് നോക്കുക. ഇനി അതല്ല മേഷം, വൃഷഭം, മിഥുനം, കർക്കിടകം മുതലായ രാശികളിലാണെങ്കിൽ അതിനെ പറ്റിയുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് വരിസയായിട്ട് പോകുന്നതാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ മുന്നത്തെ വീഡിയോ പോയി കാണുക. ഇനി അതല്ല കന്നി, തുലാം, വൃശ്ചികം മുതൽ മീനം വരെയുള്ള രാശികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ തുടർന്ന് വരുന്ന വീഡിയോകൾ കാണുക. ഇത്തരത്തിലുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ ലെങ്തി ആയിട്ടുള്ള ഒരേ വിഷയം തന്നെ വളരെ ഡീപ്പായിട്ട് പറയുന്ന, പ്രത്യേകിച്ചും ഗണിത വിഭാഗങ്ങളും ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ജ്യോതിഷം നോക്കാൻ ജ്യോതിഷന്മാർക്ക് വേണ്ടി ഡീപ്പായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഈ വീഡിയോയിൽ, ഈ ചാനലിൽ പല വീഡിയോകളിലായിട്ടും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ
ചാനലിൽ മറ്റു വീഡിയോകൾ, മുന്നത്തെ വീഡിയോകളൊക്കെ പോയി സെർച്ച് ചെയ്യുക. ലെങ്തി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഈ സീരീസ് ഇങ്ങനെ ലഘു വീഡിയോകളായിട്ട് പോയിട്ട് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശരേശ്വരായ നമഃ.